തിരുവനന്തപുരത്ത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പണ്ടേ കുപ്രസിദ്ധമാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോഴിതാ വീണ്ടും കുപ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. സമീപത്തെ ഒരു ഹോട്ടൽ ഉടമയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പോലീസുകാരെയൊക്കെ ക്ഷണിക്കുക സ്വാഭാവികം. അതിലൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വിവാഹ ചടങ്ങിന് പോകുന്നതിന് മുമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ 6 പേർ അവര് പോലീസ് സ്റ്റേഷന് സമീപം തന്നെ വാഹനം പാർക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് വിശാലമായി മദ്യപിച്ചു. വഴിയെ പോയ ഏതോ ഒരു മനുഷ്യൻ ഇത് കണ്ടു. ഏതോ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഐഡന്റിറ്റി പുറത്ത് വിടാത്തതായിരിക്കും. മനുഷ്യൻ കണ്ടു, അത് ഷൂട്ട് ചെയ്തു. ഇവര് ഒരു ഗ്രേഡ് SI ഉണ്ട്, വാഹനം ഓടിച്ച് ബിനു എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ മറ്റ് 5 പേർ. അതിൽ 2 പേര് മദ്യപിച്ചിട്ടില്ല എങ്കിൽ പോലും കൂട്ട നടപടിയാണ്. ഈ 6 പേർക്കും സസ്പെൻഷനിൽ കുറയാത്ത ഒരു നടപടിയും കൊടുക്കാൻ പാടില്ലെന്നാണ് ACP സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവര് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് അവധി എടുത്ത ശേഷം ഇപ്പോൾ വാഹനത്തിനുള്ളിൽ ഇരുന്ന് മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ തോത് കുറയും, പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കില്ല. പക്ഷെ ഇവർ ഡ്യൂട്ടിയിലായിരുന്നു. ഇവര് വാഹനം പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് മദ്യപിച്ചു. സ്റ്റേഷനിൽ നിന്ന് വെളിപ്പാടില്ല, സ്റ്റേഷൻ കാണാം. ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേഷന്റെ തൊട്ടു മുന്നിലാണ്. അവിടെയാണ് ഈ പ്രശ്നം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ പോലീസുകാർ വാഹനം പാർക്ക് ചെയ്ത് അതിനകത്തിരുന്ന് മദ്യപിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ബിവറേജസിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്ത തട്ടുകടയുടെ വരാന്തയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒളിച്ചും പാത്തു നിന്ന് അടിക്കുകയാണെങ്കിൽ ഉടനെ പൊക്കിയെടുത്ത് 4 ഇടിയും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് പെറ്റിയും വാങ്ങി പോകുന്ന ആളുകളാണ് ഈ ഏമാന്മാർ. എന്നിട്ടാണ് ഇവര് ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്ന തരത്തിൽ പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്ന് മദ്യപിച്ചത്. എന്നിട്ട് ഇവര് കല്യാണത്തിന് പോയി. അതും കുഴപ്പമില്ല. കല്യാണത്തിന് പോയത് കുഴപ്പമില്ല, മദ്യപിച്ചത് കുഴപ്പമായി. പോലീസ് ഡ്യൂട്ടിയിലാണ് മദ്യപാനം. കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് തിരികെ വന്ന് വീണ്ടും ഡ്യൂട്ടിയിൽ കയറി. അപ്പോൾ മദ്യപിച്ചു, ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചു, കല്യാണത്തിന് കൂടിയിട്ട് വീണ്ടും ഫിറ്റായിട്ട് വന്ന് ജോലിക്ക് കയറുകയും ചെയ്തു. ഇതെല്ലാം ഒരാള് പകർത്തിയിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് പരാതി പോയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് പറഞ്ഞ് നമുക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഇവർക്ക് ഉറപ്പായിട്ടും സസ്പെൻഷൻ കിട്ടും, കൂട്ട നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നോ റൂറൽ SP ഓഫീസിൽ നിന്നോ എത്തിക്കാണാനും സാധ്യതയുണ്ട്. ഇമാതിരി ഇടപാടുകൾക്ക് പോലീസുകാർ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഗ്രേഡ് SI ആണെങ്കിൽ SI റാങ്ക് ആണല്ലോ, SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഇതിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആഘാതമാണ് ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ അവമതിപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.